ഹലോ ഇതെന്താ സാധനം എന്ന് മനസ്സിലായോ? അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു അയണിച്ചക്ക അല്ലെങ്കിൽ ആഞ്ഞിലിച്ചക്കയെക്കുറിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ കുരു വറുത്ത് കഴിക്കാൻ ദ ബെസ്റ്റ് ആണെന്ന്. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചു എങ്ങനെ വറുക്കുന്നത് എങ്ങനെ കഴിക്കണം എന്നൊക്കെ. വളരെ കുറച്ച് കുരു എനിക്ക് കിട്ടുള്ളൂ, ആകെ 4 അടിച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കുരു ഒന്ന് വറുത്ത് കഴിക്കേണ്ട പരിപാടിയിലാണ്. അപ്പോൾ ഇത് വറുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് പഴയൊരു കാര്യം ഓർമ്മ വന്നു കേട്ടോ. കേട്ട് കഴിയുമ്പോൾ ആരും കളിയാക്കരുത്. അതായത് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് അടുത്തായിട്ട് വലിയൊരു ആഞ്ഞിലി മരം ഉണ്ടായിരുന്നു. ഇതിൽ ഒരുപാട് ആഞ്ഞിലിച്ചക്ക ഉണ്ടാവും. ഇത് കയറി പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. താഴെ കുറച്ച് ഞങ്ങൾ എടുക്കും. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് വട്ടിയുമായിട്ട് പോയിട്ട് ഇതിൻ്റെ ചോട്ടിൽ കിടക്കുന്ന മൊത്തം കുരുവില്ലേ, കുരുവിനെ പെറുക്കി എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വറുത്ത് കഴിക്കുക ചെയ്യുന്നത്. അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ കുരുവിനെ. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു സംഭവം ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ കോഫി ലുവാക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വില കൂടിയ കോഫിയാണ്. ഈ കോഫി ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ, ഈ കോഫിയുടെ പഴങ്ങളെ നമ്മുടെ മരപ്പട്ടിയുടെ വർഗ്ഗത്തിലുള്ള ഒരു ജീവി, മരപ്പട്ടി പോലുള്ള ജീവികൾ തന്നെ കേട്ടോ, ഇതിനെ കൊണ്ട് കഴിപ്പിക്കുക ചെയ്യുന്നത്. കഴിപ്പിച്ചിട്ട് ഇതിൻ്റെ കാഷ്ടം എടുക്കുമ്പോൾ ആ കാഷ്ടത്തുനിന്ന് ഉണങ്ങിയ ബീൻസിനെ തിരിച്ചെടുത്തിട്ട് അതിനെ പൊടിച്ചിട്ടാണ് ഈ കോഫി ലുവാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതോർത്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞങ്ങൾ ഈ പഴയ കാലത്ത് വറുത്ത് കഴിച്ചിരുന്നത് വല്ല ആഞ്ഞിലി ലുവാക്കായിരുന്നു എന്നുള്ളതാണ്. കാരണം കാക്കയാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. കാക്കയുടെ കാഷ്ടം പെറുക്കിയാണോ ഞങ്ങൾ ഈ ഗുരുവിനെ എടുക്കുന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. എന്തായാലും അതങ്ങനെ കേട്ടാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതിനെ നമ്മൾ വറുക്കാൻ പോവുകയാണ്. അപ്പോൾ വറുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒത്തിരി അങ്ങോട്ട് മൂക്കണ്ട, ഒന്ന് ബ്രൗൺ നിറമാകുന്നവരെ വറുത്തെടുക്കണം. വറുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കരമായിട്ട് നീണ്ടു പോകും കേട്ടോ. അപ്പോൾ ഞാൻ വറുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ അയണിക്കുരുവിനെ. ഇത്രയും ആയാൽ മതി കേട്ടോ. ഇപ്പോൾ അയണിക്കുരു എന്ന് പറഞ്ഞ ഓർമ്മ തന്നെ, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറഞ്ഞിരുന്ന പേര് അല്ലക്കുരു എന്നാട്ടോ. എന്താണ് കാരണം എനിക്കറിയില്ല. അല്ലക്കുരു എന്നാണ് പറയുന്നത്. ഇനി വറുത്തിട്ട് ആ ചൂടൊന്ന് മാറാൻ വെക്കണം കേട്ടോ. ചൂട് മാറിയതിന് ശേഷം ഇങ്ങനത്തെ എന്തെങ്കിലും ചപ്പാത്തി പ്രസോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. കൈ കൊണ്ട് നന്നായിട്ട് തിരിഞ്ഞ് ഞാൻ ഇളകി കൊടുക്കാം. 2 തോടുണ്ട് ഇതിൽ. ഏറ്റവും പുറത്തൊരു തോടുണ്ട്, അതിൻ്റെ ഉള്ളിൽ വേറൊരു തോടുണ്ട്. രണ്ടും കളയണം. ഞങ്ങൾ പഴയകാലത്ത് ചെയ്തിരുന്ന കുപ്പിയില്ലേ, അതിൽ നീളമുള്ള കുപ്പികളുണ്ടാണ് ചെയ്തത്. നാഴി, നമ്മുടെ മുളനാഴിയില്ലേ, അതുകൊണ്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ വല്ലാത്ത ഓർമ്മ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മൊത്തം ഇളക്കിയതിന് ശേഷം ഇത് നമ്മുടെ മുറമുണ്ടല്ലോ, മുറത്തിലിട്ട് ഇങ്ങനെ പാറ്റാവുന്ന പ്ലേറ്റ് കാണണം. അത് മൊത്തം തോട് കളഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരാട്ടോ ഒന്നും കൂടെ. ഓക്കെ, ഇതിപ്പോൾ കുറേ സമയത്തെ പരിപാടിയുടെ അവസാനം നമ്മുടെ അല്ലക്കുരു ഈ അവസ്ഥയിലായിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത് വളരെ ചെറിയ കുരുവായിട്ട് തന്നെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള ആ തോടും കൂടെ കളഞ്ഞില്ലെങ്കിൽ ചെറിയൊരു കയ്പുണ്ടാവും, അതിൽ കടുപ്പുണ്ടാവും. അപ്പോൾ ഇത് എളുപ്പത്തിൽ തൊലി കളയാനുള്ള എന്തെങ്കിലും മാർഗ്ഗം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ഇടയ്ക്കിടെ ഞാൻ കഴിച്ചു കിട്ടാം. നല്ല ക്രിസ്പിയാണോ, ടേസ്റ്റി ആൾസോ. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൻ്റെ സീസണിൽ ചേച്ചിമാരെ വറുത്ത് ചന്തയിൽ കൊണ്ടുവച്ച് വിൽക്കാറുണ്ട്. 10 പൈസ 25 പൈസ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാങ്ങി കഴിച്ചിട്ടുണ്ട്. എന്തായാലും കിട്ടാനിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എങ്ങനെയാണെങ്കിലും കിട്ടിയാൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു കേട്ടോ.